ഹായ് ഗൈസ്, ഞാൻ പിന്നെയും ഒരു ടെമ്പിൾ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലമാണല്ലോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് എൻ്റെ ഏറ്റവും നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്ന സമയമാണ് മഴക്കാലം. അപ്പം എന്താ പറയുക, പാലക്കാട് ആക്ച്വലി കുറേ അമ്പലങ്ങളുണ്ട്, കുറേ നല്ല ഭംഗിയുള്ള അമ്പലങ്ങളുണ്ട്. അതുപോലെ ഭംഗിയുള്ളൊരു അമ്പലമാണിത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലോണം വൈറലായിട്ടുള്ളൊരു അമ്പലമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തിനടുത്ത് ചളവറയിലുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ആക്ച്വലി തലേദിവസം ഞങ്ങളിവിടെ വന്നിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കാരണം അമ്പലം അടച്ചു. ഞങ്ങൾ 7 മണിക്കായിരുന്നു അത്. ഈ അമ്പലം 7 മണി വരെ തുറക്കുള്ളൂ. ഒരു 5:30 ഓപ്പൺ ആയിട്ട് 7 മണി വരെ ആട്ടോ അമ്പലം ഉള്ളത്. മാത്രമല്ല, ഗൂഗിൾ മാപ്പിൽ ഈ അമ്പലത്തിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തേക്കുന്ന വേറൊരു അമ്പലമാണ്. അവിടുന്ന് ഈ സ്ഥലത്തേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ആ അമ്പലം അതല്ല ഈ അമ്പലം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്പലമൊക്കെ അടച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം എന്തായാലും എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ചിലപ്പം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് അമ്പലത്തിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതിൻ്റെ എല്ലാ വിഷമവും പിറ്റേ ദിവസം വന്നപ്പോൾ എനിക്ക് മാർക്കിയിട്ട്, കാരണം കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ തലേദിവസമാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ ലൈറ്റൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഇന്ന് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. സോ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് നോക്കിയിട്ടൊക്കെ വരാം കേട്ടോ. വലിയൊരു പാടത്തിൻ്റെ നടുക്ക് ഒരു അമ്പലം, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളം. എന്ത് രസമല്ലേ കാണാൻ. പിന്നെ കുളത്തിൽ മീനുണ്ടായിരുന്നു. ആ മീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ മീൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോയൊരു എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. പിന്നെ ഏകദേശം ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും നട തുറന്നു. നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ചു. നമ്മളിനി എൻ്റെ നാളെ വരുന്ന ദിവസം നോക്കിയിട്ടൊരു നിത്യപൂജയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാനിവിടെ ഉണ്ടായിരിക്കത്തില്ല, വീട്ടിലൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ പാടത്തിൻ്റെ നടുക്കൊരു മയിൽ നിൽക്കുന്നത് കണ്ടത്. ഞാൻ മയിലിനോട് ചിറക് വിടർത്താനൊക്കെ പറഞ്ഞു. പിന്നെ മയിലെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ, ഞാൻ പറയുമ്പോഴത്തേക്കും ചിറക് വിടർത്താൻ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു.